ഹായ് ഓൾ, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ. എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കുട്ടികൾ തന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. സർപ്രൈസായിട്ട് തന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അത് ആദ്യം വീഡിയോ ഇടണ്ടെന്ന് കരുതി, പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ എന്താ പറയുക, സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കി ഇട്ടേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഷെറിൻ മിസ്സാണ് വീഡിയോ എടുത്തത്. അതിപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, കുട്ടികൾ തമ്മിൽ വഴക്കാവുന്നു. അപ്പോൾ ടീച്ചർ പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, ശരിക്കും ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇവർ തമ്മിൽ വഴക്കാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മീന മിസ് എന്ന് പറഞ്ഞു, മിസ്സേ അവർ തമ്മിൽ ഭയങ്കര വഴക്കാണ്, മിസ് അങ്ങോട്ടൊന്ന് ചെല്ലുകയെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാണ് എന്താണ് പ്രശ്നം എന്നറിയാനായിട്ട്. ഞാൻ വന്നപ്പോഴും അവർ വഴക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ സാധാരണ ഇവർ എൻ്റെ ക്ലാസ്സിൽ ബോയ്സാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടാക്കാറുണ്ട്. അവർ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ വഴക്കും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം സോൾവ് ചെയ്യാൻ ഞാൻ വന്നിട്ടും, സാധാരണ അവർ വഴക്കിടുന്ന സമയത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് വരും. അങ്ങനെയാണ്, എന്താ മിസ്സേ എന്താ ഇവിടെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ ഇങ്ങനെ വരും. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നിട്ടും വഴക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ഞാനും പെട്ടെന്ന് ഷോക്കായി, ഇവർക്കെന്താ ഇപ്പോൾ പേടിയൊന്നും ഇല്ലേ എന്നുള്ളൊരു ഇതിൽ ഞാനും ഷോക്കായിപ്പോയി. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് സ്നോ ഒക്കെ എൻ്റെ ദേഹത്തേക്ക് ആക്കിയത്. അപ്പോൾ ഇവർ കുറച്ച് ദിവസമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എന്നൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു. ഇതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു കുട്ടികൾ, 4th പഠിക്കുന്ന കുട്ടികൾ ഇത്രയൊക്കെ അറേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും പോയില്ല. ഇതിപ്പോൾ കേക്ക് ശില്പയുടെ അമ്മയാണ് കേക്ക് ഉണ്ടാക്കി കൊടുത്ത് വിട്ടത്. അപ്പോൾ ശില്പ കേക്ക് കൊണ്ടുവന്നു. എല്ലാം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത്രയധികം പ്ലാനിങ്ങോടുകൂടി ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതും വളരെ സർപ്രൈസ് ആയിരുന്നു. എനിക്ക് ഒരു ക്ലൂവും തരാതെ അവരത് ചെയ്തു എന്നുള്ളതാണ്. മറ്റ് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്നാലും മറ്റ് ടീച്ചേഴ്സിനോട് പറഞ്ഞിരുന്നു എന്നോട് പറയരുതെന്ന്. അപ്പം ടീച്ചേഴ്സ് രഹസ്യം സൂക്ഷിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് ഏജ്ഡ് ആണല്ലോ, പക്ഷെ കുഞ്ഞുങ്ങൾ അവർ കുറച്ച് 2 ആഴ്ചയായിട്ട് ആ ഒരു രഹസ്യം സൂക്ഷിക്കാനുള്ള ഒരു അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ചെറുപ്പത്തിലേ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ശരിക്കും തോന്നുന്നത്. അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു. പിന്നെ കേക്കൊന്നും ആരും പക്ഷെ കാര്യമായിട്ട് കഴിക്കുന്നില്ല. ഞാൻ കൊടുത്തത് മാത്രമേ കഴിച്ചുള്ളൂ. അവരെൻ്റെ വായി വെച്ച് തന്നതാണ് ഞാൻ കഴിച്ചത്. ഇതൊക്കെ പ്രിപ്പറേഷനാണ് കേട്ടോ. ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള ബലൂൺ കണ്ടോ, ഭയങ്കര കുസൃതി കുരുന്നുകളെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ ഭയങ്കര ആ കേക്കിൻ്റെ ലുക്ക് അതായിരുന്നു കേക്ക്. ടീച്ചേഴ്സ് ആരും കണ്ടില്ല. 2 ടീച്ചേഴ്സ് മാത്രമേ കേക്കിൻ്റെ ഷേപ്പൊക്കെ കണ്ടിരുന്നുള്ളൂ. ഷെറിൻ മിസ്സും മീന മിസ്സും, അവരാണ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ 2 പേരും മാത്രമേ കേക്കിൻ്റെ ഷേപ്പൊക്കെ കണ്ടുള്ളൂ. കാരണം ടീച്ചേഴ്സിനൊന്നും കേക്ക് കൊടുക്കാനൊന്നും പറ്റിയില്ല. കുഞ്ഞുങ്ങൾക്ക് തന്നെ ഞാൻ വായി വെച്ച് കൊടുത്തതേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ മുഖത്തൊക്കെ ആക്കുകയും ക്ലാസ് മുഴുവൻ കേക്കായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു വിധത്തിലാണ് ഞാൻ എല്ലാവരെയും കൂടെ പിടിച്ച് നിർത്തിയത്, കട്ട് ചെയ്യിപ്പിച്ചത്. ഭയങ്കര എന്താ പറയുക, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, കുസൃതി കുരുന്നുകളാണ്, ഭയങ്കര കുസൃതിയാണ്. പ്രത്യേകിച്ച് ബോയ്സാണ് കൂടുതൽ. അതും എല്ലാം സെയിം വൈബുള്ള കുഞ്ഞുങ്ങളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെ അവരെനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഒരു പാർക്കർ പെന്നുണ്ട്, വേറൊരു പെന്ന്, പിന്നെ സ്നിക്കേഴ്സ്, കുറേയധികം ഡയറി മിൽക്കുണ്ട്. ഇത് ആരൊക്കെയാണ് തന്നതെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാവരും തന്നെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. കെവിൻ്റെ ഗിഫ്റ്റ്, അപ്പം ഓരോരുത്തരുടെ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവർ തന്ന ഗിഫ്റ്റുകളാണ് ഇതെല്ലാം. പിന്നെ അവർക്ക് ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാവർക്കും, അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും എനിക്ക് ഒരു ലെറ്റർ പോലെ കിട്ടി. അവർക്ക് തന്നെ അറിയാം ശരിക്കും എൻ്റെ ബർത്ത്ഡേ April 11th പക്ഷേ അവരത് അഡ്വാൻസ് ആയിട്ട് March 11th, ഒരു മാസം അഡ്വാൻസ് ആയിട്ട് അവർ ഇത് ചെയ്തതാണ്. കാരണം നമുക്ക് April 11th എന്ന് പറയുമ്പോഴത്തേക്കും സ്കൂൾ ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്തതാണ്. എനിവേ, താങ്ക്സ് ടു ഓൾ മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു.